Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രേയർ ആരാണ്? ഞാനാ മാം, റിൻഡ. റിൻഡ. സ്റ്റാർട്ട് ചെയ്തോട്ടെ? ചെയ്തോളൂ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ മാം. ഓക്കെ, then sign in. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ പറയാൻ ആരും റെഡി അല്ലേ? എന്താ മിണ്ടാതിരിക്കുന്നേ? സൈൻ ഇൻ പറയുന്നില്ലേ ആരും? ഫാത്തിമയായിരുന്നു, അത് ജോയിൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതെ അല്ലേ? ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ. Good morning, ma'am. Good morning, friends. I'm GB Dendo. Today thought, our greatest weakness lies in giving up. The most certain way to succeed is always to try just one more time. നമ്മുടെ ഏറ്റവും വലിയ ദുർബലത തോൽക്കുന്നതിലാണ്. വിജയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വീണ്ടും ശ്രമിക്കുക എന്നതാണ്. താങ്ക് യു. മാം, ഫാത്തിമ ഇല്ല, അതുകൊണ്ട് സൈൻ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ ജ്യോതിഷ, പറഞ്ഞോളൂ. Okay, ma'am. Good morning, ma'am, and good morning, my dear friends. I am Jerusha, and today I am going to share a beautiful sign by Mother Teresa. Spread love everywhere you go. Let no one ever come to you without living happier. I will repeat. That means when we are kind to others and share love, we make the world and a happier place. Thank you, and have a wonderful day ahead. ഓക്കെ, then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് ആണ് എടുത്തുകൊണ്ട് വരുന്നത് അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ചാപ്റ്റർ 3. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ ഹെഡിങ് കൊടുക്കുക കേട്ടോ. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന ഹെഡിങ് കൊടുക്കുക. മെയിൻ ഹെഡിങ് ആണ് കേട്ടോ, ക്ലാസ് റൂം മാനേജ്മെന്റ്. മാം, ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പോയിന്റ് അല്ലേ? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ? ക്ലാസ് റൂം മാനേജ്മെന്റ് അഡ്മിഷൻ രജിസ്റ്റർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു മാം. സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 4. അതന്നെയാ മാം. ഫസ്റ്റ് ഒരു പോയിന്റ്, ഫസ്റ്റിന്റെ എന്തോ അത് പറഞ്ഞിട്ട് ബാക്കി സെക്കൻഡ് ഒക്കെ നോട്ട് കിട്ടിയില്ല, എന്നിട്ട് പറഞ്ഞുതരാന്നാ പറഞ്ഞേ. ക്ലാസ് റൂം മാനേജ്മെന്റിൽ സീറ്റിംഗ്, ഡിസിപ്ലിൻ, ഗ്രൂപ്പ് വർക്ക് അതൊക്കെ എഴുതിയിട്ടുണ്ടോ നിങ്ങള്? സീറ്റിംഗ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, യൂസേജ് ഓഫ് റിസോഴ്സസ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? സെക്കൻഡ് പോയിന്റ്സിന്റെയാണ് മാം നോട്ടില്ല പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞത്. പ്രിമൈസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്.
ഓക്കെ ഓക്കെ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് അല്ലേ? ഓക്കെ യെസ് മാം. ഓക്കെ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ വരുന്നത് അതായത് നമ്മുടെ കെട്ടിട പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പ്രോപ്പർ ആയിട്ട് സേഫ്റ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ, വെന്റിലേഷൻ ഒക്കെ ഉള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയാ കെട്ടിടമാണോ ബിൽഡിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് വരുന്നത് ക്ലീനിങ് കോമൺ ഏരിയാസ് ആണ്. ഇത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ക്ലീനിങ് കോമൺ ഏരിയാസ്? ഇല്ല മാം. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ക്ലീനിങ് കോമൺ ഏരിയാസ്. ഒന്നുകൂടെ പറയോ? ഒന്നാമത്തെ പോയിന്റ് ക്ലീനിങ് കോമൺ ഏരിയാസ്. ക്ലീനിങ് കോമൺ ഏരിയാസ്. മാം ഇത് എക്സാമിന് വരുന്നതാണോ അതോ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണോ? അത് എക്സാമിന് വരും, പ്രതീക്ഷിച്ചോളൂ നിങ്ങള്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ക്ലീനിങ് കോമൺ. മിസ്സേ ഇത് ഏതിനകത്ത് വരുന്നതായിരുന്നു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ മിസ്സേ? സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടുണ്ട് നമ്മൾ, ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട് 4 അതിനകത്ത് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിലത്തെ പോയിന്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. നമ്മൾ എഴുതി എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉണ്ട്, അവിടെ വരുന്നുണ്ട്. അതിന്റെ ഹെഡിങ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത് കേട്ടോ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. മാം ഇത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണോ? ആ, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ബാച്ചുകാർക്കും ഞാൻ കൊടുക്കാറുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. ഓക്കെ. ക്ലീനിങ് കോമൺ ഏരിയാസ്, അതായത് പ്രധാനപ്പെട്ട ഏരിയാസ് എപ്പോഴും ക്ലീൻ ചെയ്തിടുക. സ്കൂളിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഫസ്റ്റ് അതാണ് വരുന്നത് കേട്ടോ, ക്ലീനിങ് കോമൺ ഏരിയാസ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടിങ് repairing and maintaining electrical systems plumbing elevators etc. ഓക്കെ. അതായത് നമ്മുടെ സ്കൂളിലെ പ്രധാനപ്പെട്ട നമുക്കറിയാമല്ലേ, ഇലക്ട്രിക്കൽ സിസ്റ്റം എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഫാനുകളും ലൈറ്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്ലംബിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എലവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യത്തിന് തകരാറുകൾ, ഡാമേജ് ഉണ്ടെങ്കിൽ അതുടൻ തന്നെ പ്രിൻസിപ്പളിന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തേണ്ടതാണ്. ഓക്കെ. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് കറണ്ട് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോ എർത്ത് അടിക്കാനും ഷോക്ക് അടിക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അല്ലെ. എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ അപ്പോ കുട്ടികൾ അത് ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് അവരുടെ സേഫ്റ്റിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ കണ്ടു കഴിയുമ്പോൾ അതുടനെ തന്നെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ആണ് റിപ്പയറിംഗ് ഐറ്റംസ്. എന്തൊക്കെ ഐറ്റംസ് ആണ് റിപ്പയർ ചെയ്യുന്നത് സ്കൂളുകളിൽ സാധാരണയായിട്ട്, കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും റിപ്പയർ ചെയ്യാം? ടാപ്പ് എന്താ? ടാപ്പ് ഒക്കെ ചെയ്യില്ല, പൈപ്പ് വെള്ളം വരുന്ന പിന്നെ ഇലക്ട്രിക് ഐറ്റംസ്. ഇലക്ട്രിക്കൽ ഐറ്റംസ്. പിന്നെ മാത്രമേ ഉള്ളോ? ഡെസ്ക്, ബെഞ്ച്, കെട്ടിടം റിപ്പയറിങ് കൊടുക്കും. ഫസ്റ്റ് വൺ ഫർണിച്ചർ കേട്ടോ. ഫർണിച്ചർ ആണ് വരിക കേട്ടോ, ഫർണിച്ചർ. ഓക്കെ, അത് ഡെസ്ക് വരാം, ബെഞ്ച് വരാം, ടേബിൾ വരാം. അതിന്റെ കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടികൾ ഇരിക്കുമ്പോൾ അവര് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പൊട്ടിയ ഡെസ്കുകളോ അല്ലെങ്കിൽ ബെഞ്ചുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ മാറ്റി, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പകരം അതിന് പുതിയതായിട്ട് ഒരെണ്ണം കൊണ്ടുവന്നിടേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് അത് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇതില്, അതായത് റിപ്പയറിംഗ് ഐറ്റംസിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കാം? ക്ലാസ് റൂമിലുള്ള മറ്റൊരു കാര്യം എന്തായിരിക്കാം റിപ്പയർ ചെയ്യുന്ന? ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക്കൽ ഐറ്റംസ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമതാണ് വിൻഡോസ് കേട്ടോ. അതായത് ചില ക്ലാസ് റൂമിൽ നമ്മൾ പൊട്ടിയ ജനൽ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുഞ്ഞുങ്ങള് എന്ത് ചെയ്യാം, അവിടെ ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ മുറിയാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ, കുരുത്തക്കെട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, കല്ലൊക്കെ എടുത്ത് എറിയാറുണ്ട് അല്ലെ ജനലുമേ. അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ നിങ്ങള്? ന്യൂസ് കേട്ടിട്ടുണ്ടോ അങ്ങനെ? ജനലിലൊക്കെ അല്ലേ? കുസൃതിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ജനലൊക്കെ പൊട്ടിയെന്നൊക്കെ ഇരിക്കും. പിന്നെ ക്രിക്കറ്റ് കളിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിന് പുറത്ത് കളിക്കുമ്പോൾ ചിലപ്പോൾ ജനൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്, ബോളൊക്കെ വന്ന് വീണിട്ട്. ഓക്കെ, അപ്പോ അതും ഒരു പോയിന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് ഡോർ. അതായത് വാതിലുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഡോറുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. കറക്റ്റ് ലോക്ക് ആണോ അത്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും തടസ്സങ്ങള് വാതിൽ അടയ്ക്കുമ്പോഴോ തുറക്കുമ്പോഴോ ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ അതിന്റെ മറ്റേ വിജാഗിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടൈറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ മെയിൻ്റെനൻസ് ഓഫ് ഡോറ് ഒരു പോയിന്റ് ആണ്. പിന്നെ അടുത്തത് മെയിൻറ്റെയിൻ പ്ലേ എക്യുപ്മെന്റ്സ്. എന്താണ് മെയിൻറ്റെയിൻ പ്ലേ എക്യുപ്മെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികളെ കളിക്കാനുള്ളതൊക്കെ കേട് വന്നത്. അതായത് കളിക്കാൻ ചില സ്കൂളുകളിൽ നമുക്കറിയാം പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവാറുണ്ട് അല്ലെ? അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? കുഞ്ഞു കുട്ടികളാണെങ്കിൽ നഴ്സറികളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുവിധം വലിയ സ്കൂളുകളിലും പിന്നെ ഇന്റർനാഷണൽ സ്കൂളുകളൊക്കെ ആണെങ്കിൽ അവിടെയും ഉണ്ടാവും പ്ലേ ഗ്രൗണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? സ്ലൈഡ് കാണും, സ്ലൈഡ് ഉണ്ടാവും, പിന്നെ സ്വിംഗ് ഉണ്ടാവും അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടോയ്സുകൾ, പലതരത്തിലുള്ള ടോയ്സുകളൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് കൊടുക്കുന്ന. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുണ്ട് അല്ലെ? ഇപ്പൊ സ്ലൈഡ് ഒക്കെ ആണെങ്കിൽ എന്താണ് എന്തെങ്കിലും, അതായത് കുഞ്ഞുങ്ങള് എന്താ പറയാ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അറ്റം, അതായത് ആ ഒരു അതിന്റെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും അതിന്റെ കോൺക്രീറ്റ് നഷ്ടപ്പെടുകയോ എന്തെങ്കിലും പൊട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എന്താണ് ബോഡി ഇൻജേർഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സ്വിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഉറപ്പുള്ളതാണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മാം ജസ്റ്റ് എ മിനിറ്റ്. ഈ ഫസ്റ്റ് പോയിന്റ്സ് ഇല്ല മാം, ക്ലീനിങ് കോമൺ ഏരിയാസ്, റിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, അതില് മാം പറഞ്ഞ ഇപ്പൊ സെക്കൻഡ് റിപ്പയറിംഗ് ഐറ്റംസ് ഇല്ലേ, അത് ഏതാ അതിൽ സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുക? സെക്കൻഡ് പോയിന്റോ? മാം ഒന്നിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് ഏത് സെക്കൻഡ് പോയിന്റ് തിരിഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞത് തേർഡ് പോയിന്റ് അല്ല? ഇപ്പൊ പറഞ്ഞത് തേർഡ് പോയിന്റ് ആണ്, റിപ്പയറിംഗ് ഐറ്റംസ്. സെക്കൻഡ് പോയിന്റ് ഇൻസ്പെക്ടിംഗ്, റിപ്പയറിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇലക്ട്രിക്കൽ സിസ്റ്റം, പ്ലംബിംഗ്, എലവേറ്റേഴ്സ് എക്സെട്ര ആണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ.
The next point, waste removal and recycling. Waste removal and recycling. മിസ്സേ ഒന്നുകൂടെ പറയാമോ? Waste removal and recycling. Waste removal and recycling. Waste removal and recycling. എന്താണ് waste removal and recycling? സ്കൂളിലുണ്ടാവുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാം. അതായത് ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്ത് റിമൂവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഷ്റൂം ഒക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ അത് വരുന്നത് വേസ്റ്റ് വരുന്നത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാം. റീസൈക്കിൾ ചെയ്യാവുന്ന ഐറ്റംസ് ആണെങ്കിൽ പരമാവധി അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് വേസ്റ്റ് റിമൂവൽ ആൻഡ് റീസൈക്ലിംഗിൽ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഓഫീസ് മെയിൻ്റനൻസ് ആണ്. അതിന്റെ പോയിന്റ്സ് ഞാൻ തൽക്കാലം പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് മതിയോ? ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ ആണോ? യെസ് മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം മാം അസൈൻമെന്റ് തന്നില്ലായിരുന്നോ? അത് ടീച്ചേഴ്സ് മറ്റേ എന്തായിരുന്നു മറ്റേ അറ്റൻഷൻ അത് ടീച്ചേഴ്സിന്റെ ആണോ എഴുതാണ്ടേ അതോ കുട്ടികളുടെ ആണോ അറ്റൻഡൻസ്? അതെനിക്കൊരു ഡൗട്ട് തന്നു. ടീച്ചർ മാം ടീച്ചിങ് സ്റ്റാഫിന്റെ അറ്റൻഡൻസ് ആണ് എഴുതാനുള്ളത്. ടീച്ചിങ് ആൻഡ് ഓഫീസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിന്റെ അല്ല കേട്ടോ. എന്തെങ്കിലും പേര് എഴുതിയാ പോരെ? കുറെ പേര് എഴുതിയിട്ട് അതുപോലെ തന്നെ കോളം വരച്ച് എഴുതിയാൽ മതിയല്ലോ അല്ലേ? മതി, അത് മതി. ഇത് വൺ ഡേയുടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒരു വീക്കിന്റെ ഞാൻ ചെയ്ത്. മാം ഒരു ഡൗട്ട് ചോദിച്ചു. വൺ ഡേ ചെയ്യുമ്പോ ഇതെല്ലാം ഇതിന്റെ സിമ്പിൾ ഇൻക്ലൂഡ് ആവുന്നില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ 7 days ചെയ്തേ മാം. 7 days ചെയ്തു. 7 days, day 1, day 2, day 3, day 4 അങ്ങനെ ചെയ്തേ മാം. അപ്പൊ എല്ലാ സിമ്പിൾസ് അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അങ്ങനെ മതി, കുഴപ്പമില്ല. മാം ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഇടുമ്പോൾ നമ്മൾ ഫുൾ ആബ്സെന്റ്, സ്കൂൾ മൊത്തം ആബ്സെന്റ് ആണെന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു ടീച്ചർ ആബ്സെന്റ് ആണെങ്കിൽ ആ ടീച്ചറിന് എന്ത് സൈൻ ഇടുന്നേ? ആബ്സെന്റ് ഇട്ടാ മതിയോ? മനസ്സിലായില്ല പറഞ്ഞത്. കുറെ ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് അല്ലേ മാം ഇട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്കൂൾ മൊത്തം അവധിയാണെങ്കിൽ ഫുൾ ആബ്സെന്റ് എന്നിട്ടു. അപ്പൊ നമ്മള് ഒരു ടീച്ചറാണ് ആബ്സെന്റ് എങ്കിൽ ആ ടീച്ചറിന്റെ നേരെ വരുന്ന കളത്തില് ഇട്ടാ മതിയോ? മതി. ഓക്കെ മാം, ഞാൻ ഒരെണ്ണം ഫെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എഴുതിയില്ല, ബുക്കിലോട്ട് ആക്കിയില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ഒന്ന് കാണിക്കട്ടെ. മാം, ഫുൾ ഡേ ലീവ് ആണെങ്കിൽ ലെറ്റർ 1 അല്ലേ? ഫുൾ ഹോളിഡേ ആവുമ്പോഴല്ലേ എ എഴുതുന്നേ? നമ്മള് ഹോളിഡേ ആണെങ്കിലാണ് എഴുതുന്നത് കേട്ടോ. ഹോളിഡേ ആണെങ്കിലാണ് എഴുതുന്നത്, കാരണം മൊത്തം സ്കൂളിന് അവധിയാണ്, ആരും തരാന്ന് വരില്ല. അപ്പൊ ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സ് ഒക്കെ ലീവ് അല്ലേ വരുക? ടീച്ചേഴ്സ് ലീവ് വരുമ്പോ അവിടെ നോട്ട്സ് 1 പോലെയല്ലേ വരുള്ളൂ? ഒരാൾ ലീവ് ആവുമ്പം അന്ന് ലീവ് ഉള്ള സമയത്ത് 1 അല്ലേ ഇടണ്ടുള്ളൂ, ആബ്സെന്റ് ഇടണ്ടില്ലല്ലോ. നമ്മളിപ്പോ വല്ല ബക്രീദോ ഓണൊക്കെ അങ്ങനെ വരുന്ന വിശേഷത്തിനല്ലേ ഫുള്ള് ഇട്ട് പോകുന്നേ? ഇടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ. ഫുൾ ഡേ ആബ്സെന്റ് അങ്ങനെയല്ലേ പറഞ്ഞേ നിങ്ങളോട്? ഫുൾ ഡേ ലീവ് അല്ലേ അപ്പൊ നമ്മള് 1 അല്ലേ ഇടുന്നേ? ടീച്ചേഴ്സ് ഒക്കെ ലീവ് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് ലീവ് ആണെങ്കിൽ അവിടെ 1 അല്ലേ ഇടുന്നുള്ളൂ? ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മാം ഒന്ന് നോക്കിക്കോ. കാണിച്ചു തരൂ. കാണുന്നുണ്ടോ? ഒന്ന് പിൻ ചെയ്തോട്ടെ. ക്ലിയർ ആകുന്നില്ല കേട്ടോ മേഘന. ഒരു മിനിറ്റ് ഞാൻ തിരിക്കട്ടെ. ഇപ്പൊ ഓക്കെ ആണോ മാം? കാണുന്നു എല്ലാം നോക്കൂ. ഇത് നോക്കിയേ മാം.
ഓക്കെ, പേര് എഴുതിയിട്ടുണ്ട്, സൈഡിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. എത്ര ദിവസത്തെയാണ് എഴുതിയാണ്? 7 ദിവസത്തെ അല്ലേ? 7 ദിവസം. ലാസ്റ്റ് സൺഡേ ഈസ് ഹോളിഡേ മാം. അപ്പോ ഫസ്റ്റ് നെയിം കൊടുത്തു, പിന്നെ അവർ ഡെസിഗ്നേഷൻ കൊടുത്തു, പിന്നെ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ കൊടുത്തു. കാണുന്നുണ്ടോ? അപ്പോ ഇത് ഒരു പേജിൽ 30 ആണ് ആയത്, ഒരു പേജിൽ 13. അപ്പൊ നെക്സ്റ്റ് പേജിൽ ഫുൾ 30 മെമ്പേഴ്സാണ് ഞാൻ എഴുതിയത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ എല്ലാ സിമ്പിൾസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട് മാം. അപ്പൊ സൺഡേ മൊത്തം ഞാൻ ഡേ 7 ഫുൾ ഹോളിഡേ കൊടുത്തു, ഇടയ്ക്ക് ആബ്സെന്റിൽ ഇങ്ങനെ കൊടുത്തു. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ മാം. അതുപോലെ ടീച്ചേഴ്സും നോൺ ടീച്ചേഴ്സും ഒരുമിച്ചിട്ടാണോ എഴുതുന്നേ? അതെ, ടീച്ചേഴ്സും നോൺ ടീച്ചേഴ്സും ഒരുമിച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ. മാം ഇങ്ങനെയാണോ ചെയ്യണ്ടേ? അതെനിക്ക് ക്ലിയർ ആവുന്നില്ല നിങ്ങൾ കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ചെറുതാ മാം, അതുകൊണ്ടാ നമ്മൾ ചെറുതായിട്ടല്ലേ എഴുതിയത്, അതുകൊണ്ടാ. ഞാൻ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. മാം ഇപ്പൊ ഇങ്ങനെയാണോ കാണാൻ പറ്റണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാ എന്റെ അമ്മ ടീച്ചറായി, അപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചത് എങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ആയതുകൊണ്ടേ ഒരു പേപ്പർ പഠിച്ചു തന്നതാ. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതുപോലെ ഇങ്ങനെ പഠിച്ചിട്ട്. ആരാ സംസാരിക്കുന്നേ? റോഷ്നിയാണോ ആര്യയാണോ? ആര്യാണ്. ആര്യ. ഒരു സെക്കൻഡ്. എവിടെ ആര്യ? നോക്കട്ടെ. ഇങ്ങനെയാണോ? ആര്യ ഒന്നും കാണാൻ പറ്റുന്നില്ല ആര്യ. എനിക്ക് ഞാൻ മൊബൈൽ എടുക്കണേണ്ടിരിക്കും, മറ്റേ തിരിഞ്ഞു വരുന്നില്ല ക്യാമറ. നിങ്ങള് ഒരു കാര്യം ചെയ്യാൻ, പേര് എഴുതുക. അതായത് സ്റ്റാഫുകളെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ എഴുതുന്നിട്ട് അവരെ എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലും കൊടുക്കാം. ഫുൾ ഡേ ആബ്സെന്റ് കൊടുക്കാം, ഫുൾ ഡേ ലീവ് കൊടുക്കാം, മോർണിംഗ് റിപ്പോർട്ട് കൊടുക്കാം. അതിന്റെ സിമ്പിള് നിങ്ങൾ അവിടെ എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേറെ കൂടുതലായിട്ട് ഇതിനെ കൂടി വന്നാല് എക്സാമിന് ഇതിൽ വരിക, ആ ചിഹ്നം ചോദിക്കും, അതിന്റെ എന്താണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ചോദിക്കുക. അത് മാത്രമാണ് ചോദിക്കുക കേട്ടോ. കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും പ്രസന്റ് ചെയ്യോ? തറവായിട്ട് പഠിച്ചിരിക്കണല്ലേ മാം? ഇത് ഞാൻ എല്ലാ എക്സാമിനും ഇടുന്നതാണ്. പ്രീവിയസിൽ നിങ്ങൾക്ക് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും. എന്താണ്, അതായത് ഈ സിമ്പിള് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അസൈൻമെന്റ് തരുന്നത്. അല്ലാണ്ട് വെറുതെ അത് നോക്കി എഴുതാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു 30 പേരുടെ എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 30 ദിവസത്തെയും 30 പേരുടെയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസത്തെയാണ് പലവരും എന്നോട് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്തോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഞാൻ MT1, MT3 സ്റ്റുഡൻസിനൊക്കെ ഒരു മാസത്തെയാണ് കൊടുത്തിരുന്നത്. ആ പിള്ളേരൊക്കെ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെയാണോ ഇരിക്കുന്നത് ഓഫീസിൽ, അതുപോലെ തന്നെ എഴുതി. വളരെ നമുക്ക് അറിയാലോ, ലൈൻ ഒട്ടും ഗ്യാപ്പില്ലാതെ ലൈൻ വരയ്ക്കുന്നത് അറിയാലോ നിങ്ങൾക്ക് രജിസ്റ്റർ എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ആ കുട്ടികൾ ചെയ്തത്. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണത്, പുതുതായിട്ട് തന്നതല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ഉണ്ടോ? ഒരു മാസത്തെ എഴുതിയെന്ന് വെച്ച് കുഴപ്പം, ഒരു മാസത്തെ എഴുതിയെന്ന് വെച്ച് കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. കൂടുതൽ നല്ലതാണ്. എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ പിന്നെ നമ്മളത് പഠിച്ചിരിക്കുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അസൈൻമെന്റ് തന്നത് കേട്ടോ. ഇത് ചെയ്യുമ്പോഴേ നമ്മളത് കാണാതെ പഠിച്ചിരിക്കും. ഇത്രയും ചെയ്യുമ്പോഴത്തേന് ചെയ്യുമ്പോ കാണാതെ നിങ്ങൾ പഠിക്കും. കാണാതെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാ. നമുക്ക് പ്രീവിയസ് എക്സാം പേപ്പേഴ്സ് എങ്ങനെ മാം കിട്ടുക? സോൾവ് പേപ്പേഴ്സ് ഏതെങ്കിലും നമ്മൾ ഒന്ന് ചെയ്യാൻ വേണ്ടി? അത് നിങ്ങൾക്ക് എക്സാമിന്റെ സമയമാകുമ്പോൾ ഇട്ട് തരും കേട്ടോ, ആവശ്യപ്പെടുവാണെങ്കിൽ. ഓക്കെ, മോഡൽ എക്സാമിന്റെ ഇട്ട് തരുമായിരിക്കും. അത് ആവശ്യമില്ല മാം, ആവശ്യമുണ്ട് എന്തായാലും. ആ സമയമാകുമ്പോ തരും. ഓക്കെ,
അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ. then അടുത്തത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് അല്ലേ? ഓക്കെ, റിൻഡ വർഗീസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്ന് വായിച്ചേ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ മാം, വായിച്ചോട്ടെ. വായിച്ചോളൂ. Financial assistance. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even then, except the principal or the head of institution, other teachers will not given the work of salary disbursement of or making financial വിതരണം എന്നാണ് കേട്ടോ. ഡിസ്റോപ്മെന്റ് എന്ന് പറഞ്ഞാൽ വിതരണം അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയും. Okay ma'am. Or making financial decisions. Financial management emphasize the aspects of school finance, budgeting and accounting procedures. The control and management of school finance is the major responsibility of a school head. School finance is assigned to the money needed to pay staff, maintain the institution and keep service going. Budget refers to financial plan for a year. It includes the expected revenue and expenditure for each year. Accounting refers to the record keeping information about income and expenditure showing the net loss or surplus. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? റിൻഡ പറയാം മാം. ഞാൻ ജസ്റ്റ് എന്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പറയാം. സ്കൂളിന്റെ സ്ട്രെങ്ത്തിനെ ആശ്രയിച്ചാണ് അധ്യാപകര് ഫീസ് പിരിക്കണ ജോലി ഏൽപ്പിക്കണേ. എന്നിരുന്നാലും പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ഒഴികെയുള്ള മറ്റു അധ്യാപകർക്ക് ശമ്പളം കുറയ്ക്കാനോ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള ജോലി അവർക്ക് നൽകണില്ല അധ്യാപകർക്ക്. സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിങ്, അതിന്റെ അക്കൗണ്ടിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് എന്നീ കാര്യങ്ങളൊക്കെ സ്കൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ പ്രിൻസിപ്പൾ ആണ്. പിന്നെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻറ്റെയിൻ ചെയ്യണ കാര്യങ്ങള്, സർവീസസ്, അതിനാവശ്യമായുള്ള മണിയൊക്കെ സ്കൂൾ ഫിനാൻഷ്യൽ സ്കൂൾ ഫിനാൻഷ്യൽ എന്ന് പറയണ അതിലാണ് അസൈൻ ചെയ്തിരിക്കുക അതിനുള്ള ഫണ്ടുകളൊക്കെ. പിന്നെ ഒരു ഇയറിലേക്കുള്ള ബഡ്ജറ്റാണ് അവര് പ്ലാൻ ചെയ്യണത്. ഓരോ വർഷത്തെയും എക്സ്പെക്ട് ചെയ്യണ വരുമാനം ചെലവൊക്കെ അതിൽ ഉൾക്കൊള്ളണുണ്ട്. പിന്നെ ആ വരുമാനം ചെലവത്തിനനുസരിച്ചുള്ള നഷ്ടവും ലാഭമൊക്കെ അവര് റെക്കോർഡുകളിൽ സൂക്ഷിച്ചു വെക്കും ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അത്രയൊക്കെയാണ്. അതായത് ഒരു സ്കൂളിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മള് എന്താണ് ടീച്ചേഴ്സിന് ഫീസ് കളക്ഷന്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത് അല്ലെ. സ്ട്രെങ്ത് വ്യത്യാസപ്പെടാം അല്ലെ. ചില സ്കൂളുകളിൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ചില സ്കൂളുകളിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫീസ് കളക്ഷനുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിലെ മെയിൻ അതായത് ഹെഡ് ഉണ്ടല്ലോ, പ്രധാന അധ്യാപകരുണ്ട് അല്ലെ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, അതുപോലെ തന്നെ അവരുടെ അണ്ടറിൽ വരുന്ന ആളുകൾ. അപ്പോൾ സ്കൂളിന്റെ പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ടീച്ചർ അതുപോലെ തന്നെ അവരുടെ അണ്ടറിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് എന്തുള്ളത്, സാലറി സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ജോലികൾ ചെയ്യാനുള്ള ഒരു റോൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്കൂളിന്റെ ഹെഡാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. അവരും അതുപോലെ തന്നെ അവരുടെ അണ്ടറിലുള്ള ആളുകളുമാണ് എന്ത് കൊടുക്കുന്നത്, ടീച്ചേഴ്സിന് സാലറി സപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോഴൊക്കെ ആരാണ് ഈ മെയിൻ ആയിട്ടുള്ള ഹെഡാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കീഴിലിരിക്കുന്ന ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മറ്റ് ടീച്ചേഴ്സിനെ ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. സ്കൂളിൽ കുറേയധികം ടീച്ചേഴ്സ് ഉണ്ടാവാം അല്ലെ.
അപ്പൊ ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യാറില്ല, അതായത് സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസിൽ അവരെ ഉൾപ്പെടുത്താറുണ്ടോ? ഏതെങ്കിലും സ്കൂളുകൾ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്താറുണ്ടോ? അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പ്രധാനമായിട്ടും ഇവിടെ റോൾ ഉള്ളത് ഹെഡിനാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ അണ്ടറിൽ ചില ആളുകൾ നിൽക്കുന്നുണ്ട്, അവർക്കും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷെ മറ്റു ടീച്ചേഴ്സിനൊന്നും ഇതിനകത്ത് അവര് പങ്കെടുപ്പിക്കാറില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാല് സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള പണമിടപാടുകള്, അതുപോലെ തന്നെ സ്കൂളിലെ ബഡ്ജറ്റിന്റെ പ്രിപ്പയറിങ്, പിന്നെ അക്കൗണ്ടിങ് മാനേജ്മെന്റ് എന്നിവയാണ് സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് കേട്ടോ. സ്കൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളിന്റെ എല്ലാത്തരം സാമ്പത്തിക വിക്രയങ്ങൾ എന്ന് പറയും, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് തയ്യാറാക്കല്. ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ആയിരിക്കും അവിടെ തയ്യാറാക്കുക, സ്കൂളുകളിൽ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സ്കൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും, അതുപോലെ തന്നെ അവിടെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും സ്കൂളിലെ ഹെഡാണ്, പ്രധാന അധ്യാപകനാണ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാഫിന്റെ ശമ്പളം അതിനകത്ത് വിടാം, സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി വരാം, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ആ ഒരു സ്കൂളിന്റെ മെയിൻ്റനൻസ് വരാം, പിന്നെ അതുപോലെ തന്നെ സ്കൂള് കൊടുക്കുന്ന സർവീസ് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കൂൾ ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് സ്റ്റാഫുകളുടെ സാലറി, അതുപോലെ തന്നെ സ്കൂളിന്റെ മെയിൻ്റനൻസ്, പിന്നെ സ്കൂള് കൊടുക്കുന്ന മറ്റു ചില സേവനങ്ങളാണ് സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നതാണ് സ്കൂൾ ഫിനാൻസിന്റെ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാഫുകളുടെ ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും മറ്റു സേവനങ്ങൾക്കുമായിട്ട് സ്കൂളുകൾക്ക് എന്താവശ്യമാണ്? എന്താണ് ആവശ്യം? ശമ്പളം കൊടുക്കാൻ എന്ത് വേണം? പണം വേണം അല്ലെ? അതുപോലെ തന്നെ സ്കൂള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ത് ആവശ്യമാണ്? പണം വേണം അല്ലെ? സ്കൂള് മറ്റു ചില സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നത് കൂടിയാണ് സ്കൂൾ ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ, ഒരു സാമ്പത്തിക വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിലെ മൊത്തം ഇൻകം, എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ അല്ലെ, ഇൻകം ഉണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ട്. ഇത് രണ്ടിന്റെയും കൂടി കാൽക്കുലേഷൻ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം ഒരു സ്കൂളിലെ എത്ര വരുമാനം കിട്ടി അല്ലെങ്കിൽ എത്ര ചെലവായി എന്നിങ്ങനെയുള്ള ഓവറോൾ കാൽക്കുലേഷൻ ആണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വരുമാനം അല്ലെങ്കിൽ ചെലവുകൾ, എക്സ്പെൻസ് ആൻഡ് ഇൻകം, ഇത്തരത്തിലുള്ള കാര്യങ്ങള് രേഖപ്പെടുത്തുക, കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ആക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കൂളിലെ ഒരു വർഷത്തെ എല്ലാത്തരം വരുമാനങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ചെലവുകളുടെയും മൊത്തത്തിലുള്ള ഒരു കാൽക്കുലേഷനെ നമ്മൾക്ക് ബഡ്ജറ്റിംഗ് എന്ന് പറയാം. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു വർഷം ഒരു സ്കൂളിൽ ചെലവാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ അവരുടെ വരുമാനവുമായിട്ടുള്ള എല്ലാത്തരം തുകകളുടെയും അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷന്റെ ഡോക്യുമെന്റേഷൻ ആണ് എന്ത് ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അക്കൗണ്ടിങ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാത്തരം വരുമാനങ്ങളുടെയും അതുപോലെ തന്നെ ചെലവുകളുടെയും ഡോക്യുമെന്റേഷൻ ആണ് അക്കൗണ്ടിങ്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ രേഖപ്പെടുത്തുക അല്ലെ?
അപ്പോ അതിന്റെ ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, മാം ബഡ്ജറ്റ് അപ്പൊ ഇങ്ങനെ അക്കൗണ്ടിങ്ങിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വ്യക്തമാകും, എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഒരു വർഷം ഒരു സ്കൂളിലെ ഓവറോൾ വരവ് ചെലവിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതേ വരവ് ചെലവുകളെ നമ്മൾ ഡോക്യുമെന്റ് ആക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ? രേഖപ്പെടുത്തി വെക്കുന്നത്. ആ, ഓക്കെ. രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക, എന്ത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാല്? നമുക്ക് എപ്പോഴാണേലും അത് എടുത്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരു വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നുള്ളത്. ലാഭമാണോ നഷ്ടമാണോ ആ സ്കൂള് പ്രവർത്തിക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് നെറ്റ് ലോസ് ഓർ സർപ്ലസ്. ഒരു സ്കൂള് പ്രവർത്തിക്കുന്നത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം നോക്കിയിട്ടാണ്, ഈ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പിന്നെ വരും വർഷത്തേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മിസ്. ഇപ്പൊ സ്കൂളിലായാലും അതുപോലെ മറ്റേതൊരു സ്ഥാപനത്തിലായാലും അക്കൗണ്ടന്റുകൾ വരാറുണ്ട് അല്ലെ? എന്താണ് അവര് വരുന്നത്? അക്കൗണ്ടന്റ് വരുന്നത് എന്തിനാണ്? കളക്ട് ചെയ്യാൻ വേണ്ടി, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലെ, ഒരു സ്ഥാപനം അറിയുന്നതാ നമ്മൾ ഇത്ര ലാഭം നേടി അല്ലെങ്കിൽ നമുക്ക് ഇത്ര നഷ്ടം ഉണ്ടായെന്ന് അവര് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. സ്കൂളിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരാൾ വായിക്കൂ കേട്ടോ. റീജ പങ്കജ് ഒന്ന് വായിച്ചേ. റീജ പങ്കജ്. Okay, ma'am. The following are the major financial responsibilities of the school head. First one, to prepare school financial policies or school budget. Second, the supervise whether the allocation in the school budget are spent in accord with the financial regulations and logistics. Third one, to collect earnings such as tuition fees, caution deposit, exam fees, uniform fees, and so on. The fourth one, to see whether records are carefully kept for all items of expense. That's next അല്ലേ മാം? ഫിഫ്ത്ത് അല്ലേ? എന്താ നമുക്ക് ഒരു ഒറ്റ പാരഗ്രാഫ് ആയിട്ടുള്ളത് ഫിഫ്ത്ത് അല്ലേ ഈ പോയിന്റ്? ടു സീ വെദർ. Okay. Fifth, to see whether payments are made to teacher, staff, and others. Sixth one, to see whether a good system of accounting is correctly maintained in the school. So the teachers gets the work of fees collection only. The fees are collected in the following heads. അത് വായിക്കണം മാം. ഓക്കെ ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? The following are the major, ഈ താഴെ പറയുന്നതാണ് സ്കൂളിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമകൾ. ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. സ്കൂളിന്റെ ഫിനാൻഷ്യൽ പോളിസീസും സ്കൂളിന്റെ ബഡ്ജറ്റും തയ്യാറാക്കുക എന്നത് ഫസ്റ്റ് വൺ. ടു സൂപ്പർവൈസ് വെദർ ദ അലോക്കേഷൻ ഇൻ ദ സ്കൂൾ ബഡ്ജറ്റ് ആൻഡ് സ്പെൻഡ് ദ അക്കോർഡ് വിത്ത് ദ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്. സൂപ്പർവൈസ് ആ ഒരു മേൽനോട്ടം വഹിക്കുക. സ്കൂളിന്റെ ബഡ്ജറ്റും അത് എത്ര ചെലവായി എത്ര വരുമാനം കിട്ടി എന്നുള്ളതിന്റെ ഒരു ലോജിസ്റ്റിക് കണക്കുകൾ വെച്ചിട്ട് ആ ഒരു ബഡ്ജറ്റ് സൂപ്പർവൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റ് സൂപ്പർവൈസ് ചെയ്യാം. ദ തേർഡ് വൺ, ടു കളക്ട് ഏർണിംഗ്സ് സച്ച് ആസ് ട്യൂഷൻ ഫീസ്. കളക്ട് ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, യൂണിഫോം ഫീസ് എന്നുള്ള ഫീസുകളെല്ലാം കളക്ട് ചെയ്യുന്നതും തേർഡ് വൺ. Okay. To see whether records are carefully kept in the items of expense. ഇതിന്റെ എക്സ്പെൻസ്, ഈ ചെലവുകളുടെ എല്ലാം റെക്കോർഡ് വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും ഇതിൽ പെടുന്നു. നാലാമത്തത്, to see whether payments are made of teachers, staffs and others. ടീച്ചേഴ്സിന്റെയും സ്റ്റാഫിന്റെയും ബാക്കി മറ്റുള്ള ആൾക്കാരുടെയും പേയ്മെന്റ്സ് എല്ലാം നോക്കി എല്ലാം ടാലിയാക്കി വെക്കുന്നതും അഞ്ചാമത്തത്.
to see whether a good system of accounting is currently maintained in the school. ഒരു നല്ല ഒരു അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്കൂളിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട്സിൽ ഒരു നല്ല അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലും 6-മത്തത്. So the teachers get the work of fees collection only. ടീച്ചേഴ്സിന് ഫീസ് കളക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. The fees are collected in the following heads. ബാക്കി ഫീസ് എല്ലാം കളക്ട് ചെയ്യുന്നത് ബാക്കി പറയുന്ന ആളുകളാണ്. അത് പറയണോ മിസ്സേ? വേണ്ട ഞാൻ പറഞ്ഞോളാം കേട്ടോ. അപ്പൊ ഒരു സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. താഴെ പറയുന്ന ചില പോയിന്റ്സ് ഇപ്പോ റീജ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ എന്നാലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? മേജർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മറ്റ് റെസ്പോൺസിബിലിറ്റീസ് സ്കൂൾ ഹെഡിന് ഉണ്ടാവാം, എന്നാലും ഇവിടെ എടുത്തു പറയുന്നത് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുക ആ ഒരു വേർഡ് കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ ഈസ് ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. അപ്പൊ സ്കൂളിന്റേതായിട്ടുള്ള ഒരു സാമ്പത്തിക നയം തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്കൂൾ ഹെഡിന്റെ ഡ്യൂട്ടിയാണ്. Then second point, to supervise whether the allocation in the school budget are spent in accordance with the financial regulation and the logistics. സ്കൂൾ ബഡ്ജറ്റിലെ വിഹിതം, അതായത് നമുക്ക് ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര തുക മാറ്റി മാറ്റി വെക്കാറുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ നമ്മുടെ നിയമസഭയിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ? മന്ത്രിയൊക്കെ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതിനകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് ഇന്ന തുക ഇപ്പൊ ഇന്ന തുക കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, ഇന്ന തുക ബാങ്കിങ് സെക്ടറിലേക്ക് വേണ്ടി മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഇന്ന തുക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാറ്റിവെച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് ബഡ്ജറ്റില് സ്കൂൾ ബഡ്ജറ്റിലെ വിഹിതം, അതായത് ഓരോ കാര്യത്തിനും ഓരോ എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു വിഹിതം ഉണ്ടല്ലോ, അത് സ്കൂളിന്റെ നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂളിന്റെ ലോജിസ്റ്റിക്കിനും അനുസരിച്ചിട്ടാണോ ചെലവാക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡാണ്. ഇപ്പൊ 1000 രൂപ കുട്ടികളുടെ വിനോദത്തിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് അവരെ ടൂർ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 1000 രൂപ മാറ്റി വെച്ചു എന്ന് വിചാരിക്കാം. ആ 1000 രൂപ അതിനുവേണ്ടി മാത്രമാണോ അവർ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? സ്കൂൾ ഹെഡാണ്. അപ്പൊ സ്കൂളിന്റെ നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ലോജിസ്റ്റിക്സിനും അനുസരിച്ചിട്ടായിരിക്കണം സ്കൂൾ ബഡ്ജറ്റിലെ വിഹിതം എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആരുടെ സൂപ്പർവിഷനിലാണ് ഇത് കൊടുക്കേണ്ടത്? ആരുടെ സൂപ്പർവിഷനിലാണ് കൊടുക്കേണ്ടത്? ഹെഡിന്റെ സൂപ്പർവിഷനിലാണ് കൊടുക്കേണ്ടത്. Okay, that is second point. Then third point, to collect earnings such as tuition fees, caution deposit, exam fee, യൂണിഫോം ഫീ ആൻഡ് സോ ഓൺ. പിന്നെ ചില ഫീസുകൾ ഇവര് കളക്ട് ചെയ്യാറുണ്ട്. എന്റെ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ട്യൂഷൻ ഫീസ്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, യൂണിഫോം ഫീസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് ഇവരുടെ സൂപ്പർവിഷനിലാണ്. Then അടുത്ത പോയിന്റ്, ടു സീ വെദർ റെക്കോർഡ്സ് ആർ കെയർഫുള്ളി കെപ്റ്റ് ഫോർ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ്. അതുപോലെ തന്നെ ചെലവുകൾ ഉണ്ടല്ലോ, അത് സ്കൂളിൽ ധാരാളമായിട്ട് എക്സ്പെൻസ് ഉണ്ടാവാം. അപ്പൊ അതിന്റെയൊക്കെ റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡാണ്. നെക്സ്റ്റ്, ടു സീ വെദർ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ടു ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് അതേഴ്സ്. ടീച്ചേഴ്സിനൊക്കെ കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുന്നുണ്ടോ, മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ പേയ്മെന്റ് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡാണ്. And to see whether a good system of accounting is correctly maintained in school. അതായത് ഒരു സ്കൂളിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്കൂൾ ഹെഡിന്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. താഴെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. സോ ദ ടീച്ചർ ഗെറ്റ്സ് ദ വർക്ക് ഓഫ് ഫീ കളക്ഷൻ ഓൺലി. ദ ഫീസ് ആർ കളക്ടഡ് ഇൻ ദ ഫോളോവിംഗ് ഹെഡ്സ്. ടീച്ചറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അതായത് ഈ ഹെഡ് പറയുന്ന പോലെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹെഡ് പറയുവാണ് ഫീസ് പിള്ളേരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ടീച്ചർ എന്ത് ചെയ്യണം?
അത് കുട്ടികളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ടീച്ചർക്കുള്ളത്. എല്ലാം നടത്തുന്നത് ഹെഡിന്റെ സൂപ്പർവിഷനിലായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ ഇത്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഓക്കെ മാം. ഇനി പലതരം ഫീസുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഹെഡിന്റെ സൂപ്പർവിഷനിലാണ് ഫീസുകളൊക്കെ കളക്ട് ചെയ്യുക അല്ലെ. അപ്പൊ എത്ര തരം ഫീസ് കിട്ടും നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഓപ്പണിംഗ് ഫീസ്. ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുന്നത് അതിനകത്ത് സ്പെഷ്യൽ ഫീസുകൾ വരാം, അതുപോലെ ലൈബ്രറി ഫീസ് വരാം, ദെൻ അഡ്മിഷൻ ഫീസ് വരാം, ബുക്സ് ആൻഡ് നോട്ട്ബുക്ക് ഫീസ് വരാം, പിന്നെ അതുപോലെ തന്നെ മറ്റു ചില ഫീസുകളും വരാം. ഈ ഒരു ഫീസ് കളക്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് സ്കൂളുകൾ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യാം. ഏതൊക്കെയാണ് ഓപ്പണിംഗ് ഫീസിൽ വരുന്നത്? സ്പെഷ്യൽ ഫീ വരാം, കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട്, ചില സാഹചര്യങ്ങളിൽ സ്പെഷ്യൽ ഫീ മേടിക്കാറുണ്ട് അല്ലെ. പിന്നെ ലൈബ്രറി ഫീസ് അല്ലെ, ലൈബ്രറി ബുക്കുകൾ മറ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൈബ്രറി ഫീ മേടിക്കാറുണ്ട്. പിന്നെ അഡ്മിഷൻ ഫീസ്, സ്കൂളിന്റെ തുടക്കത്തിലാണ് നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചില സ്കൂളുകൾ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ ഫീസ് മേടിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുക്കുകളുടെയും നോട്ട്ബുക്കുകളുടെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്ബുക്കുകളുടെയും ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ഫീസ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓപ്പണിംഗ് ഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പണിംഗ് ഫീസിൽ വരുന്നത്? ലൈബ്രറി ഫീസ്, അഡ്മിഷൻ ഫീസ്, ബുക്ക് ആൻഡ് നോട്ട്ബുക്ക് ഫീസ്. അടുത്തതാണ് ട്യൂഷൻ ഫീസ് എന്ന് പറയും, ഓർ മന്ത്ലി ഫീസ് എന്ന് പറയും. അതായത് ഇതെന്ന് പറയുന്നത് സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക സ്കൂളുകൾ കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. ചില സ്കൂളുകളാണെങ്കിൽ ഇത് മന്ത്ലി ഫീസ് ആയിട്ട് കളക്ട്, അതായത് ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈവറ്റ് സ്കൂളുകൾ, അതുപോലെ CBSE സ്കൂളുകൾ, അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവര് കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടുന്ന പൈസ എന്ത് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സിന് സാലറി ആയിട്ട് കൊടുക്കാറുണ്ട്, അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ചില സ്കൂളുകള് ഇവരെന്ത് ചെയ്യും, ചിലവര് മൊത്തമായി ടോട്ടലായിട്ട് മേടിക്കാറുണ്ട്. മറ്റു ചില സ്കൂളുകളാണെങ്കിൽ ടേം ഫീസ് ആയിട്ട് മേടിക്കാറുണ്ട്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ ടേമുകളായിട്ട് മേടിക്കാറുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങാറുണ്ടോ? ടോട്ടലായിട്ടാണോ വാങ്ങുന്നത് അല്ലെങ്കിൽ ടേം ആയിട്ടാണോ വാങ്ങുന്നത് ട്യൂഷൻ ഫീസ്? മന്ത്ലി ആണ് മാം. ഓക്കെ, അങ്ങനെയാണല്ലേ വാങ്ങുന്നത്. അതിനെയാണ് ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എക്സാം ഫീസ് ആണ്. ടു മീറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിന്റിംഗ് കോസ്റ്റ് ആൻഡ് ആൻസർ പേപ്പർ, thread and other needs, many of school collect these fees are called exam fees. In total for all exam together or separately for quarterly, half yearly and annual. Okay, അതായത് അതിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ എക്സാം നടത്തുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഫീസ് ആണ് എന്ത്, എക്സാം ഫീസ് എന്ന് പറയുന്നത്. ഈ എക്സാം ഫീസ് നമ്മൾ മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മേടിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന്? ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനും ആൻസർ പേപ്പറിനും അല്ലെ, A4 ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും, പിന്നെ ത്രെഡുകൾ അല്ലെ, അതായത് നൂല് വേണം അല്ലെ എക്സാം പേപ്പർ കിട്ടാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട്, പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് മേടിക്കുന്നത്, എക്സാം ഫീസ് മേടിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചില സ്കൂളുകൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കും അല്ലെ, മിക്ക സ്കൂളുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് മേടിക്കുന്നത്. ക്വാർട്ടർലി എക്സാം ആണ് നടക്കുന്നതെങ്കിൽ ആ സമയത്ത് ഫീസ് കളക്ട് ചെയ്യും. ഹാഫ് ഇയർ എക്സാം ആണ് നടക്കുന്നതെങ്കിൽ ആ സമയത്ത് കളക്ട് ചെയ്യും. ഇനി ആനുവൽ എക്സാം ആണ് നടക്കുന്നതെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ മാം? ഈ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഓരോ ടൈമില് അടയ്ക്കുന്ന ഫീസ് അല്ലേ ഈ പറയുന്നത്? ക്വാർട്ടർലി എന്താണ്? ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ അടയ്ക്കുന്ന ഫീസിനെ അല്ലേ പറയുന്നത്? ഓരോ ടൈമിൽ അടക്കുന്നത് എക്സാം ഫീസ് ആണ്. അല്ല, അങ്ങനെയല്ലേ?
എന്ന് കേട്ടിട്ടില്ലേ? ക്വാർട്ടർലി എക്സാമിനേഷൻ, ഹാഫ് ഇയർ എക്സാം. ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാല് ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ അടയ്ക്കുന്ന ഫീസിനെ അല്ലേ ഈ പറയുന്നേ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ? ഓരോ ടേം എന്ന് പറഞ്ഞാല് എക്സാം സമയത്ത്, ക്വാർട്ടർലി എക്സാം ആണെങ്കിൽ ആ സമയത്ത് മേടിക്കുന്ന ഫീസ്. ഓക്കെ മാം. ഓക്കെ, ഇതിന്റെ കറക്റ്റ് മലയാളം എന്ന് പറഞ്ഞാല് ക്വാർട്ടർലി എന്ന് പറഞ്ഞാല് പാദവാർഷികം എന്നാ പറയാ. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ 4 പാർട്സ് മാം. 3 months കൂടുമ്പോ അടയ്ക്കുന്നില്ലേ, അതാണ് ക്വാർട്ടർലി എന്ന് പറയുന്നത്. 3 months കൂടുമ്പോഴാണ്. മലയാളത്തിന് പറയും കാക്കല്ല പരീക്ഷ. അതെ, അങ്ങനെയാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സമയത്ത് നമ്മള് ഇതിന്റെ ഇതിപ്പോ ത്രെഡ് ആയാലും ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അതുപോലെ തന്നെ ആൻസർ ഷീറ്റുകളായാലും അതിനൊക്കെ ചെലവുണ്ട് അല്ലെ. അപ്പൊ അതൊരിക്കലും സ്കൂള് ഒരിക്കലും അത് ചെലവാക്കില്ല. പകരം കുട്ടികളുടെ കയ്യിൽ നിന്നാണ് അത് കളക്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് എക്സാം ഫീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇത്രയും എടുത്താൽ മതി. ഇനി അടുത്തത് യൂണിഫോം ഫീസ്, പിന്നെ കുറച്ച് ടൂറുകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ തന്നായിരുന്നോ? സ്കൂൾ മാനേജ്മെന്റിന്റെയും ഓഫീസ് മാനേജ്മെന്റിന്റെയും ക്വസ്റ്റ്യൻ തന്നായിരുന്നോ? ഇല്ല മാം. ഇല്ല ഇല്ല. എവിടം വരെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ? ഒന്നും തന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ, അറ്റൻഡൻസ് രജിസ്റ്റേർഡ്, ലീവ് ലെറ്റർ, വിസിറ്റർ ലെറ്റേഴ്സ്. അല്ല, ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് എവിടെ വരെ തന്നായിരുന്നു? ഡിഫൻസ് മെക്കാനിസം ഇട്ടിട്ടുണ്ട്. എന്താ? ഡിഫൻസ് ഡിഫൻസ് മെക്കാനിസം വരെ തന്നിട്ടുള്ളൂ. പാർട്ട് 4 തന്നിട്ടില്ല അല്ലെ? ഇല്ല ഇല്ല. ഞാൻ ഇട്ടേക്കാം കേട്ടോ, ഇപ്പൊ ഇട്ടേക്കാം ഞാൻ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്ന? ആരാണ്? ചെയ്തോളൂ കേട്ടോ. Hi everyone. First of all, thank you Achiti ma'am for making this class very interesting and interactive. And today we learned more about school financial assistant. And I also want to thank my friend for all the support and cooperation. See you all on next time. And this is Amrita signing off. Thank you all. Have a great day. Thank you, ma'am. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.